കർണാടകയുടെ അതിർത്തി പ്രദേശത്തിലൂടെയാണ് ഈ യാത്ര. ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. 1956 നവംബർ 1 ഈ സംസ്ഥാനം രൂപം കൊണ്ടത്. അന്ന് മൈസൂർ സംസ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1973 കർണാടക എന്ന പേരിൽ പിന്നീട് ഇത് അറിയപ്പെട്ടത്. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. വെൽക്കം എന്നൊരു ബോർഡൊക്കെ കാണാം. വഴിയരികിൽ കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഒരു കോഫി കുടിക്കാൻ അകത്തേക്ക് കയറി. പച്ചപ്പുകളും പൂച്ചെടികളും മരത്തിൽ തീർത്ത ഇരിപ്പിടങ്ങളുമൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണാം. ഈ കോഫി ഷോപ്പിന്റെ പിൻഭാഗത്താണ് സാഹസിക വിനോദങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളത്. ട്രീ ഹൗസുകളും റോക്കിംഗ് പോലുള്ള വ്യത്യസ്ത ആക്ടിവിറ്റീസുകളും ഒക്കെ ഈ വനത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു ജീവനക്കാരൻ പറഞ്ഞത്. ഇതാണ് അങ്ങോട്ടുള്ള വഴികൾ. ടിക്കറ്റ് എടുക്കണം. 900 രൂപയ്ക്കുള്ള ഫുൾ പാക്കേജുകളൊക്കെ ഉണ്ട്. എന്റെ സഹപ്രവർത്തകൻ ഇബ്രാഹിം ഇനി സഞ്ചരിക്കാനുള്ള വഴികളൊക്കെ ഗൂഗിൾ മാപ്പിൽ തിരക്കി നോക്കുന്നു. അപ്പോഴേക്കും ഓർഡർ ചെയ്ത കോഫി ജീവനക്കാരൻ കൊണ്ടുവന്നു. ഇവിടെ ഒരു കോഫിയുടെ വില 70 രൂപയാണ്. അടുത്ത യാത്രക്കായി അവിടെ നിന്നും ഞങ്ങൾ പടവുകൾ ഇറങ്ങി. വിനോദസഞ്ചാരികൾ ആകർഷിക്കുന്ന ധാരാളം കേന്ദ്രങ്ങളും സ്പാ കേന്ദ്രങ്ങളും മടിക്കേരി ഭാഗങ്ങളിൽ ധാരാളമായി കാണാനാവും. മടിക്കേരി ഭാഗങ്ങളിൽ എത്തിത്തുടങ്ങുമ്പോൾ തന്നെ ധാരാളം വളവുകളും ഇറക്കങ്ങളും കിട്ടിത്തുടങ്ങും. ഇപ്പോൾ മടിക്കേരി ടൗണിന്റെ ഭാഗത്തു കൂടിയാണ് എത്തിയിരിക്കുന്നത്. കൃഷിക്ക് അനുയോജ്യമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് കർണാടകയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും. ശൈത്യമേഖലകളാണ് ഇതിലധികവും. കൃഷിക്ക് അനുയോജ്യമായ വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കൃഷിക്ക് ആവശ്യമായ വൈദ്യുതിയും കാർഷിക ഉപകരണങ്ങളും സർക്കാർ കർഷകർക്ക് ധാരാളമായി ഇവിടെ നൽകുന്നുണ്ട്. ഇതൊക്കെ മടിക്കേരിയുടെ ഭാഗങ്ങൾ തന്നെയാണ്. ഇവിടെ നിന്നും കുശാൽ നഗറിലേക്ക് 29 കിലോമീറ്ററും മൈസൂരിലേക്ക് 116 കിലോമീറ്ററും ദൂരമുണ്ട്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മടിക്കേരി അതിമനോഹരമായ ഭൂപ്രകൃതിക്കും സൗന്ദര്യത്തിനും കാപ്പിത്തോട്ടങ്ങൾക്കും സുഖകരമായ കാലാവസ്ഥയ്ക്കും പേരുകേട്ട ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് വിനോദസഞ്ചാരികളും ബ്ലോഗർമാരും യൂട്യൂബർമാരും ഒക്കെ മടിക്കേരി തിരഞ്ഞെടുക്കുന്നത്. കർണാടകയിലെ കൊടക് ജില്ലയുടെ ആസ്ഥാനമാണ് മടിക്കേരി. മടിക്കേരി ഒരു പ്രമുഖ വിനോദ സുഖവാസ കേന്ദ്രം കൂടിയാണ്. മനോഹരമായ ഭൂപ്രകൃതിയോട് കൂടിയ ഒരു വേറിട്ട സ്ഥലം. ഇവിടുത്തെ താപനില 8 ഡിഗ്രി സെൽഷ്യസിനും 27 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് സാധാരണയായി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ സ്കോട്ട്ലാൻഡ് എന്ന് അറിയപ്പെടാൻ കാരണം ഇതാണ്. കടലോരങ്ങളില്ലാത്ത പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഇത്തരം തണ്ണീർ തടാകങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതൊക്കെ കാർഷിക ഗ്രാമങ്ങൾ തന്നെയാണ്. ഇവിടെയുള്ളവരെല്ലാം ഇപ്പോൾ കൃഷിയിടങ്ങളിലായിരിക്കാം. ഇതൊക്കെയാണ് ഇവരുടെ ലോകം. ആധുനികതയുടെ ആരവങ്ങളോ നെട്ടോട്ടങ്ങളോ സാങ്കേതികതയുടെ വീർപ്പുമുട്ടലുകളോ ഒന്നും തന്നെ ഈ ഗ്രാമവാസികളെ ബാധിക്കാറില്ല. ഈ കാണുന്ന കറുത്ത മണ്ണിലാണ് ഈ കൃഷികളെല്ലാം തഴച്ചു വളരുന്നത്. കർണാടക എന്ന പേര് ഉണ്ടായത് തന്നെ കരി അഥവാ കറുത്ത മണ്ണുള്ള പ്രദേശം എന്ന അർത്ഥത്തിലാണെന്നും, എന്നാൽ ഈ കാണുന്ന പോലെ പ്രകൃതി ഭംഗി കൊണ്ട്, അതായത് കരുനാട് അഥവാ ഭംഗിയുള്ള പ്രദേശം എന്നതിന് രൂപഭേദം സംഭവിച്ചു കർണാടക ആയതെന്നാണ് മറ്റൊരു വാദം. ഇവിടെയൊക്കെ ഇത്തരം നാൽക്കവലകളും കടകളുമൊക്കെ കാഴ്ചകൾ. ഓടിട്ടതും ഷീറ്റ് മേഞ്ഞതുമായ ചെറിയ ചെറിയ വീടുകൾ. കുശാൽ നഗർ പിന്നിട്ടതോടെ വീണ്ടും കൃഷിയിടങ്ങളുടെ കാഴ്ചകൾ തന്നെയാണ്. ട്രാക്ടറുകളുടെ ഷോറൂമുകളാണ് കാണുന്നത്. റോഡിന്റെ വശങ്ങളിലും നിരവധി ട്രാക്ടറുകൾ നിര തന്നെയുണ്ട്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചരക്ക് നീക്കങ്ങളും ഇതിൽ തന്നെയാണ്.
എല്ലാ വീട്ടിലും കന്നുകാലികളെ കാണാം. പക്ഷേ ഇതുവഴിയൊന്നും കാളവണ്ടികളെ കാണുന്നില്ല. കൃഷിക്ക് വേണ്ടി യന്ത്രങ്ങൾ വന്നതോടുകൂടി കന്നുകാലികളുടെ കഷ്ടകാലം തീർന്നെന്ന് പറയാം. ഹുൻസൂർ എന്ന ഗ്രാമവും പട്ടണവും ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. ഹുൻസൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മൈസൂർ ജില്ലയിലാണ്. ഹുൻസൂർ ഒരു താലൂക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. ഹുൻസൂറിൽ നിന്നും 40 കിലോമീറ്ററിലധികം ദൂരമുണ്ട് മൈസൂർ പട്ടണത്തിൽ എത്തിച്ചേരാൻ. ഇവിടെയുള്ളവരുടെ ലോകം ഈ കാണുന്ന കൃഷിയിടങ്ങളാണ്. കാർഷിക ഗ്രാമങ്ങളാണ് യാത്രയിലുടനീളം കാണാനാവുക. ഇടയ്ക്കിടെ ഒരു കവലകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടുത്തെ കാലാവസ്ഥയും ഏത് സമയത്തും തണുപ്പ് തന്നെയാണ്. കൊച്ചു കൊച്ചു കുടിലുകളും കൃഷി ഉപകരണങ്ങളും കന്നുകാലികളുമൊക്കെയാണ് ഇവരുടെ സമ്പത്ത്. ആരോടും പരാതികളോ പരിഭവങ്ങളോ പിണക്കങ്ങളോ ഇല്ലാത്ത പച്ചയായ മനുഷ്യരാണ് ഇവിടെയുള്ളത്. കൃഷിക്ക് ആവശ്യമായ വൈദ്യുതി സംവിധാനങ്ങളും മറ്റു സഹായങ്ങളും കർണാടക ഗവൺമെന്റ് ഇവർക്ക് ആവശ്യാനുസരണം നൽകുന്നു. പുതിയ ബൈപ്പാസുകളുടെ നിർമ്മാണം നടക്കുകയാണ്. ഈ റോഡ് മൈസൂരിനെയാണോ ബാംഗ്ലൂരിനെയാണോ ബന്ധിപ്പിക്കുന്നതെന്നറിയില്ല. ഹുൻസൂർ പട്ടണം അടുത്തുകൊണ്ടിരിക്കുന്നു. ഹുൻസൂർ എന്ന പട്ടണത്തിന്റെ പ്രാന്തപ്രദേശമാണിത്. കൃഷി ചെയ്യാനുള്ള വലിയൊരു പ്ലാന്റ് പോലെ തോന്നുന്നു. കുറെ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നു. ഹുൻസൂർ എന്ന പട്ടണത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് ഇവിടത്തെ ഒരു മസ്ജിദാണ്, ഷാഹി മസ്ജിദ്. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് വളരെ അടുക്കും ചിട്ടയോടും കൂടി വൃത്തിയോടെ പരിപാലിക്കുന്ന ഒരു ഖബർസ്ഥാൻ. ഒരു കാലത്ത് ഈ നാട്ടിൽ ജനിച്ച് ഈ മണ്ണിൽ പണിയെടുത്ത് ഇവിടെ ജീവിതം പൂർത്തിയാക്കിയവരുടെ ഖബറുകൾ. അവരുടെ പേരും മറ്റ് വിവരങ്ങളുമെല്ലാം ഫലകത്തിൽ ഉറുദു ഭാഷയിലും മറ്റും കൃത്യമായി ആലേഖനം ചെയ്തിരിക്കുന്നു. ഇത് സമീഉള്ള ഖാൻ ഈ ഖബർസ്ഥാനിൽ വർഷങ്ങളായി കാവലിരിക്കുന്നു. ഇവിടെ ചില സാമൂഹിക വിരുദ്ധരുടെ ശല്യമുണ്ടെന്നും അവരെ തുരത്താനും ഇവിടുത്തെ മറ്റു പരിപാലനങ്ങളുമാണ് തന്റെ ജോലിയെന്നും വർഷങ്ങളായി താൻ ഇത് തുടരുന്നുണ്ടെന്നുമാണ് സമീഉള്ള ഖാൻ പറയുന്നത്. ഈ ഖബർസ്ഥാനിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നടന്നു കണ്ടത്. മനുഷ്യന്റെ ജീവിതം എത്രമാത്രം ചെറുതാണെന്നുള്ള നീറുന്ന ഒരു വേദനയോടെ ഞാൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ഹുൻസൂറിന്റെ ഭാഗങ്ങളിലെല്ലാം ധാരാളം ട്രാക്ടറുകൾ കാണാൻ സാധിക്കും. വർഷങ്ങളോളം കൃഷിയിടങ്ങളിൽ ജോലി ചെയ്ത് തളർന്നവശനായ ഒരു ട്രാക്ടറെ ആരോ ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. ഹുൻസൂറിന്റെ ഗ്രാമക്കാഴ്ചകൾ ഇനിയും എത്രയോ ബാക്കിയുണ്ട്. നേരം സന്ധ്യയോടടുത്തിരിക്കുന്നു. ഇത് നഗരത്തിലേക്കുള്ള റോഡാണ്. ബൈക്കുകളുടെ ഒഴുക്കാണ് ഇതിലേത് നേരവും. കവാസാക്കി മുതൽ യമഹ വരെയുള്ള പഴയകാലത്തെ എല്ലാത്തരം ബൈക്കുകളും ഈ നിരത്തിൽ കാണാൻ സാധിക്കും. തൊട്ടടുത്ത മറ്റൊരു ഗ്രാമക്കാഴ്ചകൾ തേടി ഞങ്ങൾ അടുത്ത പ്രഭാതത്തിൽ സഞ്ചാരം തുടർന്നു. ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.